ഇത് നമ്മുടെ ശനിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. രാവിലെ ഞാനും മുത്തുമണിയും കൂടെ ഒരു സ്ഥലം വരെ പോകാനിറങ്ങുവാണ്. ഒന്നല്ല, കുറേ ഇടങ്ങളിൽ പോകണം. പക്ഷേ അതിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വയ്യാഴികളൊക്കെ ആയിരുന്നു. മുഖത്തൊക്കെ അതിൻ്റെ ഒരു നീർക്കോളുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഒരുങ്ങി റെഡിമണിയായി ചിരിയൊക്കെ മൂടി പുതപ്പിച്ചങ്ങ് പോവാണ്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി നേരെ ഇങ്ങോട്ടാണ് വന്നത്. നമ്മൾ കൂടി നടക്കുന്ന പള്ളിയുടെ കുരിശടിയാണ്. അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഈ കാര്യത്തിന് പോകാമെന്ന് വിചാരിച്ചു. എന്താ കാര്യം എന്നുള്ളത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയങ്ങളോട് പറയാം. ഇപ്പം എന്താ പറയാത്തത് എന്ന് അന്നേരം പറയാം കേട്ടോ. അതിൻ്റെ കാരണവും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമൊക്കെ അതിൻ്റേതായ സമയമുണ്ട്. ആ സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാതെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്കത് ദോഷമായിട്ട് വരുന്നതെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം. അതുകൊണ്ടാണ് ഇത് ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞത് കേട്ടോ. എന്തായാലും ജീവിതത്തിലെ ഒരു നല്ല കാര്യമാണ് നടക്കുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ ഗീവർഗി സഹദായുടെ ഒരു കുരിശടിയുണ്ട്. അവിടെയും ഒന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോകേണ്ട കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി. ഒരു 12:45 ആയപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോറും കറികളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. ചോറുണ്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഈ നേരം വരെ പിടിച്ചു നിൽക്കാനുള്ള മരുന്നൊക്കെ ഞാൻ രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വയ്യാഴികയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർക്കൊക്കെ അത് മടുപ്പായി, വിരസതയായി എന്ന് പറഞ്ഞു. ഇതൊന്നും ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, എൻ്റെ ജീവിതമാണ്. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, മടുപ്പ് തോന്നുന്നവർ സ്കിപ്പ് ചെയ്യുക. ഒരു 10 മിനിറ്റോ കൂടിയാൽ ഒരു 15 മിനിറ്റോ എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കുറച്ച് സമയങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന എൻ്റെ അവസ്ഥ അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയുള്ള വിരസത തോന്നുകയില്ല കേട്ടോ. അപ്പോൾ ആരെയും നിർബന്ധിക്കുകയല്ല. മനസ്സുള്ളവർ, ഇഷ്ടമുള്ളവർ മാത്രം കാണുക. അല്ലാത്തവർ ഇഷ്ടമുള്ളത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഉണ്ടിട്ട് ഞങ്ങൾ ഹാപ്പി മാർട്ടിലോട്ട് വന്നതാണേ. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളത് വാങ്ങി വീട്ടിലോട്ട് വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ വാങ്ങുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ പായസം മിക്സും അങ്ങനെയുള്ളതൊക്കെ ഓരോ പാക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചു. ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ വാങ്ങണം. ആരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് മതിയല്ലോ. വെറുതെ എല്ലാം കൂടി വെച്ച് വിളമ്പി കളയുന്നതിലും നല്ലത് നമ്മുടെ ആവശ്യത്തിന് വെക്കുന്നതല്ലേ. എനിക്ക് ചോറും കറികളും ഒക്കെ വെറുതെ എടുത്ത് കളയേണ്ടി വരുന്നത്, എനിക്കത് ഓർക്കുന്നത് തന്നെ എനിക്ക് വിഷമമാട്ടോ. എത്രയോ പേര് ഒരു നേരം കഴിക്കാനില്ലാത്തവർ എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ടാവും. ഏതാ മനസ്സിലായി. തീറ്റ മുഖ്യം ബിഗില് ആന്നു. വന്നതേ ഉള്ളൂ. ഞാൻ സാധനങ്ങൾ എടുത്തോണ്ടിരിക്കുന്നു. പാല് ഫ്രിഡ്ജിൽ വെച്ചോ. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഞാനും മുത്തും കൂടി ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് വരേണ്ട സ്ഥലത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിനൊക്കെ ഒരു അറുതി വരും എന്ന് വിശ്വസിച്ച് നിൽക്കുവാണ്. എൻ്റെ കൈവിട്ട് പോയി എന്ന് ഞാൻ വിചാരിച്ചിരുന്ന നേരങ്ങളിൽ പോലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് ധൈര്യം തന്ന് എൻ്റെ കൂടെ നിന്ന കുറേ മനുഷ്യരെ ദൈവം ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് ശരിക്കും എന്നെ താങ്ങി നടത്തിയത്. മടുപ്പില്ലാതെ വിരസതയില്ലാതെ എന്നോടൊപ്പം നിന്നത്. അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ വരുന്ന വഴിക്ക് 1, 2 ഇടത്തൊക്കെ കയറാനുണ്ട്.
അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് കയറിയത് എന്തുദ്ദേശത്തിലാണ് എവിടേക്കാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം ഒരിടത്ത് കയറി പിന്നെ ഇങ്ങോട്ട് പോരുന്നു. ഇവിടെ അപ്പൂൻ്റെ കൂട്ടുകാർ രണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ അപ്പു ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. മഴ കാരണം ഞങ്ങൾ ഇച്ചിരി താമസിച്ച് അങ്ങനെ വന്നു. ഒരു ഫ്രിഡ്ജൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ ഫ്രിഡ്ജ് ഒരു 10-15 വയസ്സ് പ്രായമുള്ളതാണ്. ഏകദേശം എന്നെപ്പോലൊക്കെയാണ്. വലിയ പ്രയോജനമൊന്നുമില്ല. പല്ലും നഖമൊക്കെ പോയി തൊലിയൊക്കെ ചുക്കി ചുളുങ്ങി ഏകദേശം അതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകാറായി ഇരിക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം പുതിയത് വാങ്ങിയേക്കാമെന്ന്. ഇതിന്റെ അകത്തെ ഫ്രീസറിന്റെ അടപ്പെല്ലാം പോയതാ. ജാനിക്കുട്ടി വരച്ച പടം എന്തോ അങ്ങനെ ഇടിക്കുവോ? ആരെ? അങ്ങനെ ഇടിക്കുവെന്നല്ല, ഇങ്ങനെ ഇങ്ങനെ അയ്യോ, പിന്നെ അങ്ങനെ ഇങ്ങനെ. ആ അങ്ങോട്ടും ഇങ്ങോട്ടും മഴ നനഞ്ഞ് പണിയെടുക്കുമായിരുന്നു ചേച്ചി. മഴയായിരുന്നു. അവൻ നനഞ്ഞില്ല. നല്ല ഉപ്പേരി വറക്കുന്നുണ്ട്. എനിക്കങ്ങ് മയ്യേ. രാവിലെ ഇറങ്ങിയതാണ് ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഓരോ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യത്തിന് ഇറങ്ങിയതാണ്. ഒക്കെ നടന്നു. പിന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ എന്നെ എന്താ പറയുക, നമ്മൾ തീ തിന്നുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവായിരുന്നു. ഞാൻ ഈ വീട്ടിൽ താമസമാക്കിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരും എന്നെ അറിയാവുന്നവരും എല്ലാവരും എന്നോട് പറഞ്ഞു, എന്താണ് വിഷമിക്കാൻ, ഇനിയും ഒരു കിടക്കാടമായല്ലോ, സ്വന്തമായിട്ടൊരു വീടുണ്ടായല്ലോ, കയറി കിടക്കാൻ ആരും ഇനി ഇറക്കി വിടത്തില്ലല്ലോ, സമാധാനിക്കാമല്ലോ, ഇത്രയൊക്കെ ദൈവം തന്നില്ലേ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അതിലേക്കൊന്ന് എത്തപ്പെടാൻ ഞാൻ അനുഭവിച്ച ആദ്യം എത്രയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ പ്രിയങ്ങളെ. ഇപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം പോലും എന്നെ കൊണ്ട് താങ്ങാവുന്നതിലധികം വലിയൊരു ഭാരം എൻ്റെ ചുമലിൽ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അത് നിവർത്തിച്ചെടുക്കാൻ എനിക്ക് ദൈവം കരുത്ത് തരണേന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ അവൾക്ക് എന്താ കുഴപ്പം, ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ലാന്ന് തോന്നും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് മാസങ്ങളായിട്ട് ഞാൻ അലച്ചിലായിരുന്നു പ്രിയങ്ങളെ. ഇനിയുള്ള തുടർന്നുള്ള കുറേ മാസങ്ങൾ, എനിക്ക് മാസങ്ങളും വർഷങ്ങളും എടുക്കും എനിക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരാൻ. അപ്പോൾ അതാണ് ഇനി എൻ്റെ ലക്ഷ്യം. കാരണം ഞാൻ അവർക്ക് ഒരു ബാധ്യത ആവരുതെന്ന് ആഗ്രഹമുണ്ട്. അത് ആർക്കാ? എൻ്റെ മക്കൾക്ക് ഒരു ബാധ്യത ഒരിക്കലും ഇത് വെച്ച് ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവർ സമാധാനത്തോടെ സന്തോഷമായിട്ട് ഈ വീട്ടിൽ ജീവിക്കുന്നത് കാണണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിലേക്ക് ആ ഒരു രീതിയിലേക്ക് എത്താൻ ഇനിയും കുറച്ച് കടമ്പകളും കൂടി കടക്കാനുണ്ട്. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ പോയി പല പല കാര്യങ്ങൾക്കായിട്ട് ഓടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആവശ്യമായിരുന്നു. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്നതൊക്കെ മേടിക്കുന്നത് നമ്മൾ പല കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ പുറകെ പോയി. എന്തായാലും ഇന്നിപ്പോൾ വന്ന് 7 മണി കഴിഞ്ഞ് വന്ന് കയറിയപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കുളിക്കട്ടെ. കുളിച്ച് വല്ലതും കഴിച്ചിട്ട് കിടക്കാൻ പോവാണ്. ഞായറാഴ്ചയാണ് നാളെ ഞാൻ പള്ളിയിൽ പോകുന്നില്ല. മോനുകുട്ടനും മുത്തും കൂടി പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ എഴുന്നേൽപ്പിച്ച് വിടണം. കുർബാന സ്വീകരിക്കാനും കുമ്പസാരിക്കാനും ഒക്കെ അതിരാവിലെ പോകണം. അവരെ രണ്ടിനെ ഒന്ന് വിടണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ നാളെ പോകുന്നില്ല. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല. പിന്നെ വേറെ എന്താണ് പ്രിയങ്ങളെ, ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെന്താ, ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞു, ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്ന ഒരു മാസമാണ്. ഞാൻ കഴിഞ്ഞ വർഷം വരെ ഞാനതൊക്കെ ഇങ്ങനെ ഒരു മെമ്മറീസായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നെ സങ്കടപ്പെടുത്തുന്നതാണെങ്കിൽ പോലും എനിക്ക് അത് ഓർക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ചില ദിവസങ്ങളൊക്കെ കടന്നുപോയി.
അടുത്ത ഒരു ദിവസമാണ് നാളത്തേടെ. എന്നെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ നല്ല വശങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്നു. അതെനിക്ക് തന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും എൻ്റെ വേദനകളും ഒക്കെ ഞാൻ മറക്കുകയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തരാൻ വേണ്ടിയിട്ട് ദൈവം എനിക്കൊരു ആ വഴി എന്നെ കൊണ്ടുപോയതാണെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 മക്കളെ ദൈവം എനിക്ക് തന്നതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ജീവിക്കുന്നു. അതുമില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാൻ മണ്ണോട് മണ്ണായേനെ. അപ്പോൾ അതിനൊക്കെ എനിക്ക് ദൈവത്തോട് നന്ദി. എല്ലാം ദൈവം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മനസ്സും ശരിയല്ലായിരുന്നു, ശരീരവും അതുകൊണ്ടായിരിക്കാം ഇത്രയൊക്കെ പണി മുടക്കിയത്. പിന്നെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു രാത്രി തല കുളിക്കരുതെന്നൊക്കെ. ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് രാത്രിയിൽ തല കുളിക്കുന്നില്ല. പിന്നെ പല്ലിൻ്റെ പ്രശ്നത്തിൻ്റെ കാര്യമൊക്കെ ഓരോരുത്തരും പറഞ്ഞു. പല്ല് റൂട്ട് കനാൽ ചെയ്യാനൊന്നും പറ്റില്ല പ്രിയങ്ങളെ. അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എപ്പോഴും പല വീഡിയോയിലും പറഞ്ഞതാണ്. പല്ലിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹവും സന്തോഷമുണ്ട്. ഞാൻ കുറേ നാളുകളായിട്ട് നിങ്ങളോട് പറയുവാണ് ലൈവ് വരാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. പറ്റുന്നെങ്കിൽ മാത്രം നാളെ, അതായത് ഞായറാഴ്ച ലൈവ് വരണം. ഒരു അരമണിക്കൂറെങ്കിലും ലൈവ് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമയം കണ്ടെത്തി വരാം കേട്ടോ. കമൻറ്റുകളൊക്കെ കുറേ നാളായി വായിച്ചുള്ള വീഡിയോ ചെയ്തിട്ട്, ഞാൻ ഇടയ്ക്കുള്ളതെല്ലാം വായിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒക്കെ ചെയ്യാം. ആവത് വരട്ടെ, ഒന്ന് ഉഷാറാവട്ടെ, എല്ലാം നമുക്ക് റെഡിയാക്കാം. ഒന്ന് കുളിച്ച് വരാം കേട്ടോ. കുളിച്ച് വന്നിട്ട് കഴിക്കാം. അമ്മ സാമ്പാർ വെച്ചിട്ടുണ്ട്, പിന്നെ കൂണെടുത്ത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ മീൻ വറുത്തോ എന്തോന്ന് അറിയത്തില്ല, മീൻ വറക്കാനുണ്ടായിരുന്നു, നോക്കാം. ചോറുണ്ണാം. എനിക്ക് മീൻ വേണമെന്നൊന്നും ഇല്ല. എനിക്ക് കൂണും സാമ്പാറും ഒക്കെ കൂട്ടിയാണ് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാം. താഴെ ഇടാതിരുന്നാൽ മതിയായിരുന്നു. അവനെ ഇങ്ങോട്ട് വിളിച്ചാ ആരെയൊന്ന് വളഞ്ഞിടാൻ. രാവിലെ പോയി വീട്ടിലേക്കുള്ള കുറച്ച് പലചരക്ക് സാധനങ്ങളെല്ലാം മേടിച്ചിവിടെ കൊണ്ട് വെച്ചിട്ടാണ് പോയത്. പുള്ളി വരുമ്പോ നീ വരുവാണെങ്കിൽ അവിടെ പോയിട്ട് ഇതിന്റെ അടിക്കൂടെ ഭയങ്കര ഇതെല്ലാം എന്റെ അടിക്കൂടെ. അതെവിടെ നല്ല ദോശ ഉണ്ടാക്കി ഞാൻ കുട്ടി മേടിച്ചോളാം. ബാംഗ്ലൂരിൽ ഒരു കുട്ടി ഇപ്പം അതിങ്ങ് കൊണ്ടുവരാം. ഇടപ്പൊക്കെ മേടിച്ചത് വിഷയങ്ങളെ കാണിച്ചില്ലേ? ഇതിനകത്തെല്ലാം ഞാൻ കടല, പരിപ്പ്, സാമ്പാർ പരിപ്പ്, വൻപയർ, പിന്നെ ഗ്രീൻ പീസ് എല്ലാം ഇട്ട് അടുക്കി വെച്ചു. ഇവിടെ ചോറ് വിളമ്പാൻ അങ്ങോട്ട് പോയതിന്റെ ബഹളം. അവർക്ക് ദോശയാണ്, എനിക്ക് ചോറ്. ഞാൻ ചോറുണ്ടാട്ടെ കേട്ടോ. കുറെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നെല്ലാം പെറുക്കി ഒതുക്കിയൊക്കെ വെച്ചു. നീ കഴിക്കാം. എടാ അമ്മമ്മ കഴിക്കുന്നില്ലേ? ഏമേ അമ്മോ ഞാൻ ഓടി. അമ്മ കഴിക്കുന്നില്ലേ? ദോശ ഇരിക്കുന്നു.
കഴിക്കട്ടെ പ്രിയങ്ങളെ, അമ്മയ്ക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞ് അമ്മ കൊണ്ട് പോയി കിടന്നു. മോനുകുട്ടൊരു മുത്തും കൂടി ദോശ എടുത്തിട്ടുണ്ട് കഴിക്കാൻ. ഞാനും മണി ചോറും. അപ്പോൾ ദൈവത്തോടെ ഇന്ന് തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.